ഓ വേണ്ട വേണ്ട, അങ്ങോട്ടൊന്നും നോക്കണ്ട കേട്ടോ. അവളുണ്ടല്ലോ, അവള് ഭയങ്കര ഡേഞ്ചറാ. നീ അവളെ കണ്ടാലേ പേടിച്ചു പോവും. നീ എന്നെ മാത്രം നോക്കിയാൽ മതി. കം വിത്ത് മീ. എന്തോ മിസ്സിങ് ആണല്ലോ. അങ്ങനെ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നോണം. ഐ വിൽ ബി ബാക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ബലൂണേ, ഇപ്പോൾ ഉണ്ടല്ലോ നീ എൻ്റെ ബലൂണിനെ പോലെ തന്നെ ഉണ്ട്. നീ എവിടെ പോയതാ ബലൂണേ? നിനക്കറിയോ ഞാൻ നിന്നെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന്? പ്ലീസ് ഇനി നീ എന്നെ വിട്ടിട്ട് പോവല്ലേ. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. നോക്ക്, ഇപ്പൊ നീ വന്നില്ലേ, നമുക്കിനി ഒരുപാട് സംസാരിക്കാം. കണ്ടോ ബലൂണേ, കണ്ടോ? കണ്ടില്ലേ ഈ മുറി മുഴുവൻ ഇങ്ങനെയാണ്. ഈ മുറിയിലേക്ക് ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അവള് കാണാൻ നിന്നെ പോലെ തന്നെയാണ്, പക്ഷെ മനസ്സുണ്ടല്ലോ കല്ല കല്ല്. വൈ സോ സീരിയസ് ബലൂണേ? ടോക്ക് ടു മീ. നിനക്ക് തലവേദനിക്കുന്നുണ്ടോ? തലവേദനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മസാജ് ചെയ്ത് തരാം. മസാജ്. ഈ മസാജ് ചെയ്യുന്നതിൻ്റെ ഓയിൽ തരുമോ? ഓയില്. എൻ്റെ ബലൂണിന് കണ്ടോ ബലൂണെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അവള് ഭയങ്കര വാശിക്കാരിയാ. ശരി പോട്ടെ, ഞാൻ നിനക്ക് ഓയിലില്ലാതെ മസാജ് ചെയ്ത് തരാം. ബലൂണെ, നിനക്കറിയോ നീ എനിക്ക് ആദ്യമായിട്ട് മസാജ് ചെയ്ത് തന്നില്ലേ? അന്ന് ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പെട്ടെന്ന് ഉറക്കം വന്നു എനിക്ക്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല ബലൂണെ. ഈ ഹിറ്റ്ലറില്ലേ, അവൾ എൻ്റെ ഉറക്കവും സമാധാനവും എല്ലാം അടിച്ചു മാറ്റി. പക്ഷെ ഇപ്പം നീ വന്നില്ലേ, ഇനി എല്ലാം ശരിയായിക്കോളും. എൻജോയ് ദ മസാജ് ബലൂണേ. നോക്കൂ, എഴുന്നേക്കൂ. നിങ്ങൾ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. എഴുന്നേക്കല്ല. തൊട്ടുപോരുത് എൻ്റെ ബലൂണിനെ, തൊട്ടുപോരുത്. ബലൂണേ, ബലൂണെ നീ ഓക്കെ ആണല്ലോ അല്ലേ? നിനക്ക് വേദനിച്ചൊന്നുമില്ലല്ലോ? ബലൂണെ, 2 മിനിറ്റ് ഒന്നും ഇവിടെ ഇരിക്കേ. ഞാൻ ഇവളെ ഒരു പാഠം പഠിപ്പിക്കട്ടെ. എന്താ നിന്റെ പ്രോബ്ലം? ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്തോ? എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? നിനക്ക് കണ്ടുകൂടായിരുന്നോ 2 ലവേഴ്സ് പ്രൈവറ്റ് ആയിട്ട് ഇവിടെ സംസാരിക്കുന്നേ? നിനക്ക് എൻ്റെ ഈ സന്തോഷം പോലും സഹിക്കുന്നില്ലല്ലേ? എനിക്കറിയാം നീ എൻ്റെ ബോസ് ആണെന്ന്. പക്ഷെ അതൊക്കെ പ്രൊഫഷണലിൽ മാത്രം. പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്ത് ചെയ്താലും നീ അതിലൊന്നും തന്നെ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. കളിപ്പാട്ടമാണെങ്കിൽ എന്താ, നിന്നേക്കാൾ നല്ലതല്ലേ? കുറഞ്ഞത് അവൾ എൻ്റെ കൂടെയെങ്കിലും ഉണ്ടല്ലോ, എന്നെ വേദനിപ്പിക്കുന്നില്ലല്ലോ. സോറി ബലൂണെ. അങ്ങനെ നമ്മൾ സേഫായി. ഐ ആം സോറി. നീ ഒന്നും വിചാരിക്കില്ല ബലൂണെ. എന്താണെന്നറിയോ, ഇവക്ക് അസൂയാണ്. നീ എന്നോടൊപ്പം ഉള്ളത് ഇവക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ ഇവക്ക് അറിയില്ലല്ലോ, സ്നേഹിക്കുന്നവരെ തമ്മിൽ പിരിക്കാൻ ആർക്കും കഴിയില്ലെന്ന്. അതുപോലെ സ്നേഹിക്കുന്ന 2 പേരെ തമ്മിൽ പിരിക്കുന്നവരെ എന്താ പറയുന്നതെന്ന് അറിയാമോ ബലൂണ്? അവരെ വില്ലൻ എന്നാ പറയുന്നത്. വില്ലൻ. ഇവളുണ്ടല്ലോ ബലൂണെ, ഇവള് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ വില്ലത്തിയ ലേഡി മുഖാംബോ. ശരി, അതൊക്കെ വിട്.
നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവക്കേ ഇത്രയും റെസ്പെക്റ്റ് കൊടുത്തേക്ക്. അല്ലെങ്കിലേ ഇവള് നമ്മളെ അടുത്ത് ആസിഡ് ടാങ്കിലേക്ക് എടുത്തെറിയും. എനിക്ക് ആസിഡ് ടാങ്ക് പേടിയാ ബലൂണെ. എനിക്കത് വേണ്ട. എനിക്ക് നിങ്ങളിങ്ങനെ കാണാൻ കഴിയില്ല. എന്നെക്കൊണ്ട് കഴിയില്ല. നിങ്ങൾ ഇത്രത്തോളം അസ്വസ്ഥനായിരിക്കുമ്പോ എനിക്കൊന്നും ചെയ്യാതെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനല്ലേ കഴിയുന്നുള്ളൂ. എനിക്ക് നിന്റെ കണ്ണിൽ കണ്ണുനീർ കാണണ്ട. നീ കരയില്ല, നീ ശക്തമാകണം. നിന്റെ കണ്ണുകളിൽ ഞാൻ ധൈര്യം കാണാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൾ നിന്റെ മുമ്പിൽ വരികയാണെങ്കിലേ എന്താ പറയേണ്ടെന്നറിയോ? ഹേ മുകാംബോ. ശരി, അതെല്ലാം വിട്ടേക്ക് ബലൂണേ. നീ ഒന്നും പറയാത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് നിനക്ക് ഉറക്കം വരുന്നെന്ന്. പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് ആദ്യം തലയിണ വയ്ക്കണം, എന്നിട്ടാണ് കിടക്കേണ്ടത്. ഓക്കെ ഓക്കെ ശരി, നീ കിടന്നോ. ഞാനും ഉറങ്ങാൻ പോവാ. ഓക്കെ ബലൂണേ, നമുക്ക് ഉറങ്ങാം. അതെ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. ബലൂണെ, നീ തിരിച്ചു വന്നല്ലേ? എനിക്കറിയായിരുന്നു ബലൂണെ നീ ഒരിടത്തും പോവില്ലെന്ന്. കനവാണോ അല്ല ഒരു നാളും നീ തിരിച്ചു വന്നു ബലൂണെ. നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്ന്, പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ബലൂണെ, നീ തിരിച്ചു വരാൻ എന്തിനാ ഇത്ര സമയമെടുത്തത്? നീ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ? നോക്ക് നോക്ക്, ഇപ്പൊ നീ തിരിച്ചു വന്നില്ലേ? ഇനി നീ എന്നെ ഉപേക്ഷിച്ച് പോവരുത് പ്ലീസ്. പറയൂ ബലൂണെ, എന്നെ വിട്ട് പോവില്ല എന്ന്. എന്താന്ന് വെച്ചാ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. പ്ലീസ് ബലൂണെ, എന്നോട് പറയ എന്നെ വിട്ട് പോവില്ല എന്ന്. ബലൂണെ പറയേ, നീ ഒരിക്കലും എന്നെ വിട്ട് പോവില്ലല്ലോ അല്ലേ? ഞാൻ എപ്പോഴും നിങ്ങളുടെ ബലൂണായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെയും പോവില്ല ഞാൻ. ബലൂണെ, നീ എന്തിനാ കരയുന്നത്? ആ ലേഡി മുകാംബോ നിന്നെ വല്ലതും പറഞ്ഞോ? മുകാംബോ, മുകാംബോ, പേടിച്ച് ഓടിപ്പോയി കാണും. പണ്ടേ പേടി അവക്കും. പക്ഷെ നീ പേടിക്കണ്ട ബലൂണെ. ഞാനില്ലേ, ഞാനുള്ളപ്പോ അവള് നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ നീ ഇങ്ങനെ കരയല്ലേ? പ്ലീസ് ഡോണ്ട് ക്രൈ പ്ലീസ്. പ്രോമിസ് മീ. നീ പ്രോമിസ് ചെയ്യ, കരയില്ലെന്ന് പ്രോമിസ് ചെയ്യ. സ്റ്റോപ്പ് ദിസ്. ഇനി കരയരുത് കേട്ടോ? കരയില്ലല്ലോ? ഗുഡ് ഗേൾ, കം. ഭയങ്കര ഹോട്ടായിരിക്കുന്നില്ല ബലൂണെ? പിന്നെ ബലൂണെ, എത്ര ദിവസത്തിന് ശേഷം നിന്നെ കാണുന്നേ? ഒരു കിസ് തന്നെ പെട്ടെന്ന് താ ബലൂണെ. കിസ്. ബലൂണെ, എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? നാണം വരുന്നുണ്ടോ? എങ്കിൽ വേണ്ട. കമോൺ, ഇവിടെ ഒരു കിസ്സാ. എന്താ ബലൂണെ ഈ കാണിക്കുന്നേ? നീ എന്നെ മിസ് ചെയ്തോ ഇല്ലയോ? ചെയ്തല്ലോ. അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ
പിന്നെ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? എന്നെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കിസ് തരണം. പെട്ടെന്ന് കിസ് ചെയ്തേ. Come on, kiss me. ബലൂണേ, kiss me. ബലൂണേ, kiss me. Kiss ബലൂണേ. ഇന്ന് എനിക്ക് ആലിയെ ഫോൺ ചെയ്യണം. ആലിയ, നോക്ക്, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് അവരുടെ ആകും. ആലിയ, അതെ, അതനോ അവരുടെ ഫോണാ. ഹലോ, രാവിലെ ആയോ നിങ്ങൾക്ക്? എന്ത് ഡിസിഷൻ എടുത്തോ? ആക്ച്വലി എനിക്ക് നിങ്ങളുടെ പ്രൊഡ്യൂസറിനെ ഒന്ന് കാണണം. ആരെ? അത് ഏട്ടന്റെ സ്ക്രാച്ച് മ്യൂസിക് ആവശ്യമുള്ള ആളില്ലേ, അയാളെ. എന്റെ ബോസിനെയോ? പൈസയുടെ കാര്യം പറയ്. അത് തന്നെയാ പറയുന്നേ. അദ്ദേഹത്തെ ഒന്ന് കാണണം. അദ്ദേഹത്തെ കണ്ടിട്ട് എന്ത് കിട്ടാന്നാ? വെറുതെ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യണ്ട. നിങ്ങളുടെ പ്രൊഡ്യൂസറിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ സ്ക്രാച്ച് മ്യൂസിക്കിന്റെ സീഡി ഞാൻ നിങ്ങൾക്ക് തരില്ല. എനിക്ക് അദ്ദേഹത്തെ കാണേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു ബോസിനെ എവിടെ നിന്ന് കൊണ്ടുവരും? ശരി, ഞാൻ ബോസിനോട് സംസാരിച്ചിട്ട് നിങ്ങളെ വിളിക്കാം. ഓക്കെ. ആലി ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ ആദ്യം വിചാരിക്കണമായിരുന്നു. ബുൾബുളിന്റെ പ്ലാൻ കുഴപ്പത്തിലാക്കിയല്ലോ. അവരെന്തു പറഞ്ഞു? നിന്നെ പ്രൊഡ്യൂസറിനെ കാണാൻ അനുവദിച്ചോ? അറിയില്ല തനു. ഞാൻ അവരുടെ പ്രൊഡ്യൂസറിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഹെസിറ്റന്റ് ആയിരുന്നു. പക്ഷേ നോ ഐഡിയ. ഒരു തവണ മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ എല്ലാം മനസ്സിലാവുമായിരിക്കും. മീറ്റിംഗിനായി എവിടേക്കാ പോകുന്നത്? എന്റെ ഫ്രണ്ടിന്റെ അടുത്ത്. നോക്ക് രാജേട്ടാ, ഇപ്പോഴൊക്കെ ഫ്രണ്ട്സിനെ കാണാൻ ടൈമേ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുമായിരുന്നു. അപ്പൊ അവള് പറയാ മീറ്റിംഗിന്റെ കാര്യം പിന്നീട് സംസാരിക്കാവുന്ന, പിന്നീട് എപ്പോഴെങ്കിലും കാണാൻ. അല്ലാതെ വേറെ മീറ്റിംഗിന്റെ കാര്യമൊന്നും അല്ല അല്ലേ തനു? ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആലി, എന്റെ പേഴ്സ് എവിടെയാ? കബോർഡിലുണ്ട്. ഓക്കെ. ഈ ക്യാഷ് ഇത് എവിടുന്ന് വന്നു? നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ? പിന്നെ ഇത്രയും ക്യാഷ് പിന്നെന്തിനാ ലോയറിന് കൊടുക്കാൻ എന്നോട് പണം കൊണ്ടുവരാൻ പറഞ്ഞത്? ഉത്തരം പറയേ, ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്. ഈ പൈസ ഞങ്ങൾ ഇന്നലെ അറേഞ്ച് ചെയ്തത്. ഓക്കെ, നിങ്ങൾ എന്തിനാ ഇത്രയ്ക്ക് ചോദ്യം ചെയ്യുന്നേ? നിങ്ങൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് സഹായിച്ച പോലെ. ആഫ്റ്റർ ഓൾ നിങ്ങളോട് പൈസ ചോദിക്കുന്നതും നിങ്ങളിൽ പ്രതീക്ഷ വെക്കുന്നതൊക്കെ വേസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഫൈനലി ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു. അവളോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു പൈസയൊക്കെ. യു നോ വാട്ട്,
ലൈഫിൽ ആദ്യമായിട്ട് ആലിയ മേനോൻ ഒരാളോട് യാചിച്ചു. കൈകൾ കൂപ്പി ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് പൈസ വേണമെന്ന്, കുറച്ച് അത്യാവശ്യങ്ങളുണ്ടെന്ന്. അപ്പോ അവൾ എനിക്ക് പൈസ തന്നു. അവിടെ നിന്ന് ഈ പൈസ കിട്ടിയത്. എനിക്ക് നന്നായി അറിയാം നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രോബ്ലം അല്ലേ? നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്തിനാ ചോദിക്കുന്നത്? ആ ഓക്കെ, എന്നാ നീ പറ. ഞാനെന്ത് പറയാനാ? അത് എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞാ മതിയോ? പറയാനും മാത്രം ഒരു കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങളൊന്നും ഒളിക്കുന്നില്ല. നീ എന്തിനാ മുഖം തിരിക്കുന്നത് എന്നിന്ന്? ഒന്നും ഒളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ അവിടെ ഇവിടെ നോക്കി സംസാരിക്കാതെ മുഖത്ത് നോക്കി സംസാരിക്കേ. എന്താ നീ ഒളിക്കുന്നത്? ആ, ഒളിക്കുന്നുണ്ട്. എന്ത്? ഒരു കാര്യം. അതാ ചോദിക്കുന്നത്, കാര്യം എന്താണെന്ന്. എന്റെ പ്രഗ്നൻസിയുടെ കാര്യം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? എന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കഴിയോ? പറയേ. സത്യമോ പറയുന്നേ? പറയ്, ഇവിടെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ശരി, പോകാൻ സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി. ആദ്യമൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അതെന്നെ, നീ ചെയ്യുന്നതൊക്കെ. ഞാൻ എന്ത് ചെയ്യുന്നത്? ഇപ്പോഴും നീ ഡിഫെൻഡ് ചെയ്യാണ്. നിനക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും നീ ഡിഫെൻഡ് ചെയ്തോ. പക്ഷെ ഞാൻ നിന്റെ പ്ലാനൊക്കെ പൊളിച്ചടുക്കിയിരിക്കും. കണ്ണാടി. കണ്ണാടി? വാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ബലൂണിനെ കണ്ണാടി വെച്ചാണ് ഉറക്കിയതെന്ന്. പിന്നെ ഇവളുടെ കണ്ണാടി എങ്ങനെ അവിടെ വന്നു? ഇതിന്റെ കണ്ണാടിയോ? അത് ഞാൻ തന്നെ അവിടെ വെച്ചത്. കാരണം നിങ്ങൾ അറിയാതെ ചിലപ്പോ അത് പൊട്ടിച്ചാലോ എന്ന് വിചാരിച്ച്. ഞാനിന്ന് നല്ല മൂഡിലായോണ്ടേ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഞാനിങ്ങനെ നല്ല മൂഡിലായതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ബലൂണിൻ്റെ മുഖം കണ്ടു.